ആന്ധ്രാപ്രദേശിലെ കാസിബുഗ്ഗ ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 10 ഉയർന്നു. ഏകാദശിയോടനുബന്ധിച്ച് ശ്രീകാകുളത്തുള്ള കാശിബുഗ്ഗ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കുണ്ടായപ്പോഴാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അന്വേഷണത്തിന് ഉത്തരവിട്ടു. 80-കാരനായ ഹരിമുകുന്ദ പാണ്ഡെയാണ് സ്വന്തം ഭൂമിയിൽ വെങ്കിടേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 4 മാസം മുമ്പാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. തിരുമലയിലെ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രം ചിന്ന തിരുപ്പതി അല്ലെങ്കിൽ മിനി തിരുപ്പതി എന്നാണ് അറിയപ്പെടുന്നത്. ഏകാദശി പ്രമാണിച്ച് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് അധികൃതർ അറിയിച്ചു. ഭക്തർ ഒറ്റയടിക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ നിരവധി പേർ തളർന്നു വീണു, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടവും പുറത്തു കടക്കുന്ന കവാടവും ഒന്നു തന്നെയായിരുന്നു. ഇത് തിക്കും തിരക്കും വർദ്ധിക്കാൻ കാരണമായി. സ്വകാര്യ ക്ഷേത്രം സംസ്ഥാന എൻഡോൾമെന്റ് വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ല. പരിപാടിയുടെ സംഘാടകർ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഔദ്യോഗിക അനുമതികളും തേടിയിരുന്നില്ല. ഇറങ്ങാനും കയറാനുമുള്ള ഇടുങ്ങിയ കവാടത്തിൽ ഹാൻഡ് റെയിലുകളുണ്ട്. അവിടെയാണ് ദുരന്തമുണ്ടായത്. ഭക്തരായ സ്ത്രീകളെ കൊണ്ടുവരാൻ ഒരു സൗജന്യ ബസ് ട്രിപ്പ് ഏർപ്പെടുത്തിയതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. 2000 മുതൽ 3000 വരെ പേരെ ഉൾക്കൊള്ളാനേ ക്ഷേത്രത്തിന് കഴിയൂ. ഏകാദശി ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഒറ്റയടിക്ക് 25,000 പേരാണ്. എന്നാൽ ഈ ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിരുന്നില്ലെന്ന് മാത്രമല്ല, സർക്കാരിനെ ഒരു വിവരവും അറിയിച്ചിരുന്നില്ല. ഇടുങ്ങിയ സ്ഥലത്ത് നിരവധി സ്ത്രീകൾ കുടുങ്ങിപ്പോയതും പൂജാപാത്രങ്ങളും കയ്യിലേന്തി വന്ന പലരും ശ്വാസം കിട്ടാൻ വിഷമിക്കുന്നതും സഹായത്തിനായി നിലവിളിക്കുന്നതും ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം. ഇരകളായവരെ രക്ഷിക്കാൻ ബന്ധുക്കൾ CPR നൽകുന്നതും കാണാം. മരിച്ചവരിൽ 8 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. 15 പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റ ഭക്തരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം ചിലരെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ഭയപ്പെടുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ദുഃഖം രേഖപ്പെടുത്തി. ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗ്ഗയിലുള്ള വെങ്കിടേശ്വര ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും വലിയ ഞെട്ടലുണ്ടായി. ഈ ദുരന്തത്തിൽ ഭക്തർ മരിച്ചത് അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. പരിക്കേറ്റവർക്ക് വേഗത്തിലും ശരിയായതുമായ ചികിത്സ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, നായിഡു പറഞ്ഞു. തിക്കിലും തിരക്കിലും ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു.